ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 6th ചാപ്റ്റർ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് എക്സസൈസ് 6.1ലെ ക്വസ്റ്റ്യൻസ്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് കറക്റ്റ് വേർഡ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. എളുപ്പമാണ്, ആൻസർ പറഞ്ഞു പോവാം. ഓൾ സർക്കിൾസ് ആർ കോൺഗ്രുവൻ്റ് ആണോ സിമിലർ ആണോ? ഇവിടെ സർക്കിൾസിൻ്റെ റേഡിയസ് മാറുന്നതനുസരിച്ചിട്ട് വലിപ്പം മാറും. അപ്പോൾ കോൺഗ്രുവൻ്റ് ആവില്ല. പക്ഷേ സർക്കിൾസിന് ഷേപ്പ് ഒന്നാണ്, അതുകൊണ്ട് തന്നെ സിമിലർ ആയിരിക്കും. ഓൾ സർക്കിൾസ് ആർ സിമിലർ. ദ സർക്കിൾസ് വിത്ത് ഈക്വൽ റേഡിയസ് ആർ കോൺഗ്രുവൻ്റ്. ഇതിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ഓൾ സ്ക്വയേഴ്സ് ആർ സിമിലർ ആണോ കോൺഗ്രുവൻ്റ് ആണോ? ഇവിടെയും സർക്കിൾ പോലെ തന്നെ ആയിരിക്കും. കോൺഗ്രുവൻ്റ് ആവാൻ പറ്റില്ല. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ തന്നെ, ഒരേ ഷേപ്പ് ആയിരിക്കും, സൈസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ സിമിലർ ആണ്. ഓൾ സ്ക്വയേഴ്സ് ആർ സിമിലർ. ദ സ്ക്വയേഴ്സ് വിത്ത് ഈക്വൽ സൈഡ്സ് ആർ കോൺഗ്രുവൻ്റ്. സൈഡ്സ് ഈക്വൽ ആയെങ്കിൽ കോൺഗ്രുവൻ്റ് ആവുള്ളൂ, പക്ഷേ സ്ക്വയേഴ്സ് എല്ലാം സിമിലർ ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ഓൾ ഡാഷ് ട്രയാങ്കിൾസ് ആർ സിമിലർ. ഐസോസെലസ് ട്രയാങ്കിൾസ് ആണോ ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഈക്വൽ ട്രയാങ്കിൾസ് ആണ് സിമിലർ ആവുക. All equilateral triangles are similar. Equilateral with equal sides is congruent. Isosceles trianglesന് ബേസിൽ മാറ്റം വന്നാൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും, പക്ഷേ ബേസിൽ മാറ്റം വന്നാൽ അവിടെ സിമിലർ ആവാതിരിക്കാം. പക്ഷേ ഈക്വലേറ്റർ ട്രയാങ്കിൾ സിമിലർ ആയിരിക്കും, കാരണം മൂന്ന് സൈഡ് ഈക്വൽ ആയിരിക്കും. പക്ഷേ സൈഡിൻ്റെ എന്തിനനുസരിച്ചിട്ട് അത് കോൺഗ്രുവൻ്റ് ആവാതിരിക്കാം, പക്ഷേ അത് സിമിലർ ആയിരിക്കും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, two polygons of the same number of sides are similar. അതിൽ A, their corresponding angles are dash and their corresponding sides are dash. Equal അല്ലെങ്കിൽ proportional ആണോ? ഇതിൽ ഈക്വൽ ആണ് ആദ്യത്തെ കേസിൽ. Two polygons of the same number of sides are similar if their corresponding angles are equal. സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, പക്ഷേ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സിമിലർ ആകുമ്പോൾ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ടു പോളിഗൺസ് ഓഫ് ദ സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആർ സിമിലർ ഇഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗിവൻ ടു ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഓഫ് പെയർ ഓഫ് ഫസ്റ്റ് സിമിലർ ഫിഗേഴ്സ് നോൺ സിമിലർ ഫിഗേഴ്സ്. നമുക്കത് വരച്ച് നോക്കാം. ഇവിടെ രണ്ട് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഇത് രണ്ട് ഈക്വലേറ്റർ ട്രയാങ്കിൾസ് ആണ് വരച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വലിപ്പം വ്യത്യാസമുണ്ട്. അത് പടത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം. എല്ലാത്തിൻ്റെ ആംഗിൾ 60 ഡിഗ്രിയാണ്. രണ്ട് ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾ 60 ആണെന്ന് നിർബന്ധമൊന്നുമില്ല, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയാലും മതി. അപ്പോൾ ഇത് സിമിലർ ആണ്. പക്ഷേ ഇതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കോൺഗ്രുവൻ്റ് അല്ല. അപ്പോൾ ഇത് രണ്ടും സിമിലർ ഫിഗേഴ്സാണ്. ഇനി അടുത്തത് നോൺ സിമിലർ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ ആംഗിൾസ് ഈക്വൽ അല്ലാതായാൽ മതി. നമുക്ക് വരച്ചു നോക്കാം. ഇവിടെ ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ട്രയാങ്കിൾ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്, രണ്ടാമത്തെ ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ അല്ല. അപ്പോൾ ഇത് സിമിലർ ഫിഗേഴ്സ് അല്ല. അപ്പോൾ ഇത് നോൺ സിമിലർ ഫിഗേഴ്സിന് എക്സാമ്പിളാണ്. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് whether the following quadrilaterals are similar or not. ഇവിടെ ക്വാഡ്രിലേറ്ററിൽ ഒരു പാരലോഗ്രാം അല്ലെങ്കിൽ റോംബസ് ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഫിഗർ ഒരു സ്ക്വയർ ആണ്. ഇവിടെ സൈഡുകളുടെ റേഷ്യോ നോക്കിയാൽ 3 സെൻറ്റിമീറ്ററും 1.5 സെൻറ്റിമീറ്ററും. അപ്പോൾ തമ്മിലുള്ള റേഷ്യോ, സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആണ്. പക്ഷേ ആംഗിൾസിൻ്റെ റേഷ്യോ അല്ല, ആംഗിൾസ് ഈക്വൽ ആവണം. സൈഡിൻ്റെ റേഷ്യോ ഈക്വൽ ആയാൽ മതി, അതായത് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയാൽ മതി. ഇപ്പോൾ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്, പക്ഷേ ആംഗിൾസ് ഈക്വൽ അല്ല. ദസ് PQRS ആൻഡ് ABCD ആർ നോട്ട് സിമിലർ ആസ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ ബട്ട് ദെയർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ നോട്ട് ഈക്വൽ.